യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഈ പുതിയ വർഷത്തിൽ ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ദൈവവചന ധ്യാനങ്ങൾ തുടരുകയാണ്. ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും എന്ന് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ വചനം തീ പോലെയാണ്. അതായത് വചനം എവിടെയെങ്കിലും ഒന്ന് കത്ത് പിടിച്ചാൽ ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു. ചെറിയ തീ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തീ പോലെയാണ്. അത് എവിടെയെങ്കിലും കത്ത് പിടിച്ചാൽ അത് മൊത്തം കത്തിക്കും. ഒരു വീട് യേശുവിലേക്ക് തിരിഞ്ഞാൽ ആ ഫാമിലി മൊത്തം ആത്മാവിൻ്റെ തീ പിടിക്കും. ഈ ലോകത്തിൻ്റെ തീ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ തീ. ഈ തീ നമ്മിൽ കത്തിയാൽ അത് ദേശത്തെ കത്തിക്കും. ഈ ലോകത്തിൻ്റെ തീ എല്ലാം ചാരമാക്കുമ്പോൾ ദൈവത്തിൻ്റെ തീ എല്ലാം ജീവനും ചൈതന്യവും ഉള്ളതാക്കി മാറ്റും. അതാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നേ ഉള്ളൂ, എൻ്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ തീ കൊണ്ട് സ്നാനപ്പെടുത്തും. അതായത് വെള്ളത്തിൽ മുങ്ങിയാൽ പൊങ്ങി വരാം, തീയിൽ മുങ്ങിയാൽ, ലോകത്തിൻ്റെ തീയിൽ മുങ്ങിയാൽ പൊങ്ങി വരാൻ പറ്റില്ല. എന്നാൽ യേശു നമ്മളെ മുക്കുന്ന ഒരു തീയുണ്ട്. അതാണ് പെന്തക്കോസ്ത് നാളിലെ തീ. ആ തീയിൽ ആരെങ്കിലും മുങ്ങിയാൽ പിന്നെ ആ വ്യക്തി പഴയ പിന്മാറ്റക്കാരനല്ല, പഴയ തള്ളിപ്പറയുന്ന പത്രോസല്ല, പഴയ വ്യക്തിയല്ല, പഴയ ആ അബദ്ധങ്ങൾ പറയുന്ന വ്യക്തിയല്ല. ആടിമുടി മാറും. ആ തീ വലിയ കാട് കത്തിക്കും. പത്രോസിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് തീയുടെ വാക്കുകളാണ്. അത് 3000 പേരെ മുക്കുവാൻ തക്കവണ്ണം തീയിലേക്ക് മുക്കിപ്പൊക്കത്തക്ക രീതിയിൽ തൻ്റെ വാക്കുകൾ അത്ഭുതമായി. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം തീയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിപ്പാൻ, മാത്രമല്ല പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയെന്ന്. എത്ര കഠിനമായ പാറകളും എത്ര കഠിന ഹൃദയമുള്ളവരെയും ഉടച്ച് അവൻ്റെ ഹൃദയത്തെ അഴിച്ചു പണിയുവാൻ ശക്തിയുള്ള കൂടം പോലെ വലിയ പാറക്കിട്ട് അടിക്കുന്നതാണ് കൂടം. അപ്പൊ പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് പറഞ്ഞാൽ കൂടമാണ്. കൂടത്തിനടിച്ചാൽ പൊട്ടും. യേശു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ പാറകൾ പിളർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വലിയ ഇരുളുണ്ടായി, പ്രകൃതിയിൽ തന്നെ വലിയ മാറ്റമുണ്ടായി, പാറകൾ പിളർന്നു. ചരിത്രം പറയുന്നു, ഭൂമിയിലുള്ള സകല പാറകൾക്കും പൊട്ടൽ വന്നു. കാരണം യേശു വചനമാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, തീയാണ്. അതുകൊണ്ട് യേശുവാകുന്ന വചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ വചനങ്ങളെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം പോലെ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. ഇന്നത്തെ ആരാധനയിൽ യേശുവിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അർപ്പിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. More than yesterday, I need you more. More than words could say, I need you more. Than ever before, I need you, Lord. I need you, Lord. I need you more. More than yesterday, I need you more. More than words could say, I need you more. Than ever before, I need you, Lord. I need you, Lord. More than the air I breathe, more than the next heartbeat, more than the next heartbeat, more than anything, Lord, as time goes by, I'll be by your side.
need you more than ever before. I need you, Lord. I need you, Lord, more than the air I breathe, more than the song I sing, more than the next heartbeat, more than anything, Lord, as time goes by, I've been by your side, 'cause I never want to go back to my own life. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord. I need you, Jesus. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord. We give you the highest praise. We give you the highest praise. We give you the highest praise. Oh Lord, we give you the highest praise. We give you the highest praise. We give you the highest praise, Jesus. We give you the highest praise. We give you the highest praise. We give you the highest praise. We give you highest praise. We give you the highest praise. We give you the highest praise. We give you the highest praise. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord. I need you, Jesus. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord. യെശയ്യാ പ്രവചനത്തിലാണല്ലോ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 53-ാമത്തെ അധ്യായം, അത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം കൊണ്ട് നിറഞ്ഞ ഒരധ്യായമാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ ദൈവം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാൽ ഹിമം പോലെ, പഞ്ഞി പോലെ വെളുപ്പിക്കും എന്ന് ദൈവം ഒരു വെല്ലുവിളി നടത്തും. നിങ്ങൾ എത്ര പാപികളാണെങ്കിലും നിങ്ങളെ ഏറ്റവും വിശുദ്ധരാക്കി ഞാൻ മാറ്റും എന്ന ഒരു പ്രസ്താവന യെശയ്യാവിൻ്റെ 1-ാം അധ്യായത്തിൽ. 7-ന്റെ 14-ാം വാക്യം വരുമ്പോൾ കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും.
തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തേനും തൈരും കൊണ്ട് ഉപജീവിക്കും. യേശു ജീവിച്ചത് തേനും തൈരും. സ്നാപയോന ജീവിച്ചത് കാട്ടുതേനും വെട്ടുക്കിളിയും. യേശുവിൻ്റെ വളർച്ചയിൽ തേനും തൈരും കൊണ്ട് ഉപജീവിച്ചു. ചരിത്രം പറയുന്നു, പുരുഷ ബന്ധമില്ലാതെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ യേശു കുഞ്ഞിനെ സ്ത്രീയുമായിട്ട് മറിയയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായില്ല. ഒരു അത്ഭുത ജനനമാണ്. കാരണം പരിശുദ്ധാത്മാവിലുള്ള ജനനമാണ്. ഭൂമിയിൽ അങ്ങനൊരു ജനനം ഉണ്ടായിട്ടില്ല. അത്യുന്നതൻ്റെ ശക്തി വന്നിട്ട് ഉണ്ടായ ജനനമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തവും മറിയയുടെ രക്തവും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് കുറ്റമില്ലാത്ത രക്തം, പരിപാവന രക്തം, പരിശുദ്ധ രക്തം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു നാച്ചുറൽ ബർത്ത് അല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് മുലപ്പാലില്ലായിരുന്നു. അതുകൊണ്ട് യേശു വളർന്നത് തേനും തൈരും കൊണ്ടാണ് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. യെശയ്യാ പ്രവചനം 7:14-15 വാക്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തേനും തൈരും കൊണ്ട് ഉപജീവിക്കും. അങ്ങനെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. നമ്മൾ യെശയ്യാവ് 53 വായിച്ചതുപോലെ അവൻ ഇളയ തൈ പോലെയും വരണ്ട ദേശത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. വളരാൻ യാതൊരു സാധ്യതയില്ലാത്തിടത്തും കർത്താവിൽ വളരുവാൻ കഴിയുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് ഒരിക്കലും എനിക്ക് ആത്മീകമായി വളരാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അവിടെ എനിക്ക് വളരാൻ കഴിയും. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വീടല്ല, എൻ്റെ വീട്ടിൽ ഒരു നല്ല ആത്മീക അന്തരീക്ഷം ഇല്ല. ആത്മീക അന്തരീക്ഷം ഉണ്ടെങ്കിൽ ആർക്കും വളരാം. ആത്മീക അന്തരീക്ഷം ഇല്ലാത്തിടത്ത്, ഇരുട്ടുള്ളിടത്ത്, തടസ്സങ്ങളുള്ളിടത്ത്, പ്രാർത്ഥിക്കാൻ കഴിയാത്തിടത്ത്, ആത്മാവിൽ വളരാൻ യാതൊരു സൗകര്യവുമില്ലാത്തിടത്ത് നാം വളരണം. അപ്പോൾ തന്നെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കുടുംബമായിട്ട് വിശ്വാസത്തിൽ വന്ന വിശ്വാസികൾ അറിയണം, പലർക്കും ഇങ്ങനൊരു അന്തരീക്ഷം ഇല്ല. ബൈബിള് പിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത രാജ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ബൈബിൾ തുറക്കാം, ഉറക്കെ പാടാം, കൈയടിച്ച് ആരാധിക്കാം. ഇതിനെല്ലാം ഒരു വീട് തന്നിട്ട് വളരാത്തത് അവരവരുടെ കുഴപ്പമാണ്. വേണമെങ്കിൽ മനസ്സുണ്ടോ എന്ന യേശു ചോദിച്ചത്. 38 വർഷമായിട്ട് അതേ കിടപ്പിൽ കിടക്കുന്ന ഒരുവനോട് ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞത്, എന്നെ ആ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും, എന്നാൽ ആ കുളത്തിലോട്ട് ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇവൻ ഇപ്പോൾ എല്ലാവരെയും പഴിക്കുകയാണ്, എനിക്കാരുമില്ല. യേശു ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ആരുമില്ല എന്നുള്ളതൊരു വിഷയമല്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എഴുന്നേൽക്കാൻ ഒരു തടസ്സവുമില്ല. എഴുന്നേറ്റ് നീ പോയാൽ മാത്രം പോരാ, ഇതുവരെ നിന്നെ നിവർത്തി 38 വർഷമായിട്ട് കിടത്തിയ കിടക്കയെ ഇന്ന് നീ ചുരുട്ടണം. ഇനി ആ കിടക്ക നിനക്ക് വേണ്ട. നീ അത് ചുരുട്ടിയിട്ട് വീട്ടിലോട്ട് പോകണം. ആ ചുരുട്ടിയ കിടക്ക കാണുമ്പോൾ ദേശമൊന്ന് അറിയണം. വലിയ വിഷയമായി. കാരണം ശബത്തിൽ കിടക്ക മടക്കാൻ പാടില്ല, കിടക്ക എടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല. യേശുവിന് ശബത്തും വിഷയമല്ല, ദിവസങ്ങൾ വിഷയമല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ സൗഖ്യമാകണം. യേശു വന്നത് ജനങ്ങളിൽ മതം പഠിപ്പിക്കാനല്ല, യഹൂദൻ ആചരിച്ച ആചാരങ്ങളെ തുടർന്ന് ചെയ്യാൻ പറയാനല്ല, ന്യായപ്രമാണത്തിന് നിവൃത്തിയാകാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ചെയ്യുന്നത് നന്മയാണ്. ശബത്തിലും നന്മ ചെയ്യണം. ശബത്തിൽ അനങ്ങരുതെന്നാണ് യഹൂദന്മാർ പഠിപ്പിക്കുന്നത്.
യേശു പറഞ്ഞു, ശബത്തിൽ നിങ്ങളുടെ ആടോ മാടോ പുത്രി പുത്രന്മാരോ കിണറ്റിലോ കുഴിയിലോ വീണാൽ അവരെ രക്ഷിക്കുന്നില്ലേ? നിങ്ങളെ മാടുകൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കുന്നില്ലേ? എന്നാൽ ശബത്തിൽ നന്മ ചെയ്യണ്ടേ എന്നാണ് യേശു ചോദിച്ചത്. വലിയ വിഷയമായി. യേശു പറഞ്ഞു, കിടക്ക ചുരുട്ടണം, നീ എഴുന്നേറ്റ് നിന്റെ വീട്ടിലോട്ട് പോകണം. കിടക്ക എടുത്ത് പോ, നിന്റെ വീട്ടുകാർ കാണട്ടെ. നീ ഇനി കിടക്കയിലേക്ക് വീണ്ടും കിടക്കാനുള്ളവനല്ല, നീ അതിനെ ചുരുട്ടിയവനാണെന്ന് ദേശം അറിയട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിൻ്റെ മനസ്സ് അതായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള സാധ്യതയില്ല, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. യോഹന്നാൻ 5-ാം അധ്യായത്തിലുണ്ട്. 5 മണ്ഡപങ്ങളിലായിട്ട് എല്ലാ തരത്തിലുള്ള വ്യാധിക്കാരും വന്ന് കിടക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ഓരോ വാർഡ് പോലെയാണ് ഏത് ഈ യെരുശലേമിലുള്ള ഈ ബെഥെസ്ദ കുളക്കരയിലുള്ള ഈ മണ്ഡപം. എല്ലാ രോഗികളും അവിടെ വന്ന് കിടക്കുകയാണ്. വല്ലപ്പോഴും ഒരു ദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കും. എല്ലാ ദിവസവും ഇറങ്ങുന്നില്ല. അത് എന്നാണ് ഇളക്കം കാത്തു കിടക്കുകയാണ്. എന്തൊരു പ്രതീക്ഷയാണ്. ഒരു ആശുപത്രി ചെന്നാൽ അറിയാം, ഡോക്ടറിനെ കാത്തിരിക്കുകയാണ്. അന്നാണ് ക്യൂ നിന്ന് പിന്നീട് അറിഞ്ഞത് ഓപ്പറേഷൻ 1-2 കൂടുതലുണ്ടായതുകൊണ്ട് ഡോക്ടറിന് ഇന്ന് വരാൻ പറ്റില്ല. ഒരു വഴക്കുമില്ല. പിറ്റേ ദിവസവും വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ക്യൂ നിൽക്കുകയാണ്. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക എന്നുള്ള വചനം ആർക്കും വേണ്ട. കർത്താവിനെ നോക്കാൻ ആർക്കും വേണ്ട. ബെഥെസ്ദ കുളക്കരയിൽ വർഷങ്ങൾ കിടക്കാൻ രോഗികൾ തയ്യാറാണ്. എന്നാൽ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കാൻ പലർക്കും മനസ്സില്ല. ഇത് ഒരു പൈശാചികമാണ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ലെന്ന് പറഞ്ഞാൽ, മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. മോശ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കിയ പാമ്പ് കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം വായിൽ നിന്ന് നുരയും പതയും വന്ന് മരിക്കുന്ന സമയത്ത് മോശയുടെ പിത്തള സർപ്പത്തിലേക്ക് നോക്കിയവർ സൗഖ്യമായി. ചിലർ നോക്കിയില്ല, അവർ മരിച്ചുപോയി. മരണത്തിൻ്റെ അവസാന നിമിഷവും അറ്റത്തെത്തി നോക്കിയവർ എഴുന്നേറ്റ് വന്നു. ഇതുപോലെ ഒടുവിൽ കർത്താവിലേക്കൊന്ന് തല ഉയർത്താമോ? ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങില്ല, മയങ്ങില്ല. ഏത് നേരത്ത് ആശുപത്രിയിലൊരു ഡോക്ടറിൻ്റെ അടുത്ത് 8 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകും. എന്നാൽ ഇസ്രായേലിൻ്റെ പരിപാലകൻ, ഡോക്ടർമാർ കൈവിട്ടത്, വൈദ്യശാസ്ത്രം കൈവിട്ടത്, മനുഷ്യർ കൈവിട്ടത് മുഴുവനും കൈകാര്യം ചെയ്യുന്നവൻ, 38 വർഷമായി ആർക്കും വിടുവിക്കാൻ കഴിയാത്തവൻ, അവൻ ആ കിടക്കുന്നത് യേശു അറിഞ്ഞു. അവൻ്റെ അടുക്കൽ ചെന്നു. അവനോളം സീനിയോറിറ്റി ഉള്ള ആരും ആ മണ്ഡപത്തിലില്ല. വരുന്നവർ സൗഖ്യമായി പോവുകയാണ്. ചെവിയുടെ പ്രശ്നമുള്ളവർ, വയറിൻ്റെ പ്രശ്നമുള്ളവർ, കൈയുടെ പ്രശ്നമുള്ളവർ എല്ലാവരും എഴുന്നേറ്റ് പോയി. ഇവൻ്റെ വിഷയം എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവൻ എങ്ങനെ കുളത്തിലെത്തും? പരിഹാരമില്ല അവന്. എന്നിട്ടും ആശയോടെ കടന്നു. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചെന്ന് പറഞ്ഞതുപോലെ അവൻ അവിടെ കിടന്നു. അവൻ കിടക്കുന്നത് യേശു അറിഞ്ഞു. അവൻ ഇത്ര വർഷമായി കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ബെഥെസ്ദ കുളക്കരയിലേക്ക് ദൂതനെ പറഞ്ഞു വിട്ടിരുന്നവൻ നേരിട്ടൊരുവൻ്റെ ആശയറിഞ്ഞ് അരികിൽ വന്ന് അവൻ കിടക്കുന്നതറിഞ്ഞ് അവനെ സൗഖ്യമാക്കി. അവനത്ര യേശു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകില്ല. അപ്പോൾ 53 യെശയ്യാവ് 53-ൽ അവൻ ഇളയ തൈ പോലെയും വരണ്ട ദേശത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരാൻ കഴിയും. ക്രിസ്തുവിൽ നമുക്ക് വളരാൻ കഴിയും. സാധ്യതയില്ലെന്ന് പറയരുത്. നമുക്ക് സൗഖ്യമാകാൻ കഴിയും. നമുക്ക് കൃപാവരങ്ങൾ പ്രാപിക്കാൻ കഴിയും. നമുക്ക് പ്രവചിക്കാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാടാ പറയുന്നത്.
അപ്പോൾ പത്രോസ് പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നവർ, പ്രസംഗിക്കുന്നവർ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നു. അതാണ് പ്രവചനം. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്. പ്രവചിക്കാൻ കഴിയും. ഓരോ കുടുംബത്തോടും ദൈവാലോചന പറയാൻ കഴിയും. രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. അസാധ്യത എന്നുള്ളത് ഇല്ല എന്ന് യേശു തെളിയിച്ചത് മലാക്കിക്ക് ശേഷമുള്ള ഇരുണ്ട കാലഘട്ടത്തിൽ വന്ന് പിറന്ന് വെട്ടിക്കൊല്ലുന്ന ഹേരോദാവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വളർന്ന് യേശു തെളിയിച്ചു. ഒരിക്കലും ആർക്കും വളരാൻ കഴിയാത്ത മണ്ണിൽ, സാഹചര്യത്തിൽ, സംവത്സരങ്ങളിൽ വന്ന് പിറന്ന യേശു ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മുൻപിലുള്ള എത്ര വലിയ പ്രശ്നത്തിൻ്റെ നടുവിലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വളരാൻ കഴിയും. അവൻ്റെ മുൻപാകെ വളർന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അതായത് വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വളർച്ചയുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കുന്നവർക്ക് ഭാവിയില്ല. മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നവർക്ക് ഭാവിയില്ല. ദാവീദ് പറയുന്നു, ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിക്കുന്നു. ആ കാലത്ത് എത്ര രഥമുള്ള രാജാക്കന്മാരാണെന്നാണ് നോക്കുന്നത്. എത്ര കുതിരകൾ ഉണ്ടായിരുന്നു. സീസറ എന്ന ഒരു വലിയ സൈന്യാധിപന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. ആ സമയത്ത് ഇസ്രായേലിൽ ഒരു ഇരുമ്പ് രഥം പോലും ഇല്ല. ആ കാലത്ത് ഏറ്റവും വലിയ ടെക്നോളജിയാണ് ഇരുമ്പ് രഥങ്ങൾ. കുതിരകൾ എത്രയുണ്ട്. ശലോമോൻ സമ്പന്നനായപ്പോൾ 1300 രഥങ്ങൾ അവൻ സമ്പാദിച്ചത്. ഇസ്രായേലിൽ വലിയ സൈന്യമായി അവൻ മാറി. സൈന്യത്തെ രൂപപ്പെടുത്തി. ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിക്കും. പണവും കഴിവും ഉപയോഗിച്ച് കുതിരകളിലും രഥങ്ങളിലും ആശ്രയിച്ചവർ തോറ്റുപോയി. ഞങ്ങളോ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നു. പണത്തിൽ ആശ്രയിക്കാതെ, സമ്പത്തിൽ ആശ്രയിക്കാതെ, പ്രശസ്തികളിലും സാമൂഹിക ബന്ധങ്ങളിലും ആശ്രയിക്കാതെ, മതങ്ങളിൽ ആശ്രയിക്കാതെ, കഴിവുകളിൽ ആശ്രയിക്കാതെ, നേടിയെടുത്ത വലിയ വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കാതെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. ആ വ്യക്തിയെ തകർക്കാൻ ആർക്കും കഴിയില്ല. യെശയ്യാവ് 53 നമ്മളിങ്ങനെ തുടരുകയാണ്. അതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ആലോചന തരികയാണ്. നമുക്ക് ദൈവ സന്നിധിയിൽ വളരാൻ കഴിയും. ശമൂവേൽ പ്രവാചകനാക്കിയത് ദൈവത്തിൻ്റെ മുൻപാകെ അവൻ ശുശ്രൂഷ ചെയ്തു. അവൻ്റെ അമ്മ ഈ കുഞ്ഞിൻ്റെ പാലുകുടി മാറിയ സമയത്ത് അവനെ ആലയത്തിൽ നേർന്നതുപോലെ കൊണ്ടുപോയാക്കി. അപ്പനും അമ്മയും പിരിയുമ്പോൾ ആ കുഞ്ഞ് വാവിട്ട് കരഞ്ഞു കാണും. എന്നാൽ അവൻ അറിഞ്ഞില്ല. അവൻ്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന ദൈവസന്നിധിയിലേക്കാണ് അവൻ അടുക്കുന്നത്. അവൻ അവിടെ വളർന്നു. രാത്രി വിളക്ക് കെടും മുമ്പേ യഹോവയുടെ പെട്ടകത്തിൻ്റെ അരികിലായി അവൻ്റെ കിടപ്പ്. ആ കിടപ്പ് അവനെ മാറ്റിമറിച്ചു. ആ കാലത്ത് വചനമില്ല, ദൈവത്തിൻ്റെ ആലോചന ആർക്കുമില്ല, പ്രവാചകന്മാരില്ല, വെളിപ്പാടുകളില്ല, ദർശനങ്ങളില്ല. നാളെ എന്താകുമെന്നറിയില്ല, മനുഷ്യൻ്റെ ഗതി എന്തെന്നറിയില്ല, പറഞ്ഞു കൊടുക്കുന്ന ആലോചനക്കാരില്ല. അതിൻ്റെ നടുവിൽ അന്നത്തെ പുരോഹിതൻ, ഏലി പുരോഹിതൻ, ആ ആത്മാവിൻ്റെ കണ്ണും നഷ്ടപ്പെട്ടു, ശാരീരികമായ കാഴ്ചയും നഷ്ടപ്പെട്ടു. അങ്ങനെ കിടക്കുമ്പോൾ, ദൈവകൃപയില്ലാതിരിക്കുമ്പോൾ, അവൻ്റെ അടുത്ത തലമുറ പാപത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു കുഞ്ഞു വളർന്നു. ദൈവത്തിൻ്റെ മുൻപാകെ ശമൂവേൽ വളർന്നു. ശമൂവേൽ വളർന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ശമൂവേൽ വളർന്നത് ദൈവസന്നിധിയിലാണ്. ഒരു ദിവസം ദൈവം അവനെ വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. അവൻ ആദ്യമായിട്ടാണ് ആ അനുഭവം. ഓടിച്ചെന്ന് ഏലിയോട് ചോദിച്ച്, എന്നെ വിളിച്ചോ? 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഏലി പറഞ്ഞു, ഇനി വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞാൽ മതി. അന്ന് മുതൽ ആ വളർച്ച അവൻ്റെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ തിരിച്ചുവിട്ടു. അവൻ്റെ ജീവിതം മാറി. അതേ അധ്യായത്തിൽ 1 ശമൂവേൽ 3 പറയുന്നു, ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി അവൻ മാറി. അവൻ്റെ വാക്കുകളൊന്നും പാഴായില്ല, ഒന്നും നിലത്ത് വീണില്ല, പാഴായിപ്പോയില്ല. പറഞ്ഞതെല്ലാം
അതേപോലെ നിവർത്തിയായി. അവൻ പ്രാർത്ഥിച്ചതെല്ലാം അതുപോലെ സംഭവിച്ചു. അവൻ ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് ശത്രുവിനെ തോൽപ്പിച്ചു. എങ്ങനെ? ആരാധന എന്ന യുദ്ധം. അവൻ ആരാധിച്ചപ്പോൾ ദൈവം ഇടിമുഴക്കി ശത്രുക്കളെ തോൽപ്പിച്ചു. അവൻ്റെ ജീവകാലത്ത് ഒരിക്കലും ശത്രുക്കൾ ഇസ്രായേലിലേക്ക് വന്നില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കുന്ന ഒരുവൻ്റെ അരികിലേക്ക് ശത്രുക്കൾക്ക് അടുക്കാൻ കഴിയില്ല. ഇത് കേൾക്കുന്നവർ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ മുൻപാകെ യേശു കർത്താവ് വളർന്നു. വേർ മുളച്ചു. മുളക്കാത്ത വേർ മുളച്ചു വന്നു. സാധ്യതയില്ലാത്തിടത്ത് വളർന്നു. ഇതുപോലെ ക്രിസ്തുവിൽ നമുക്കും വേർ മുളച്ച് ഒരു ഇളയ തൈ പോലെ, ശിശുവിനെ പോലെ ദൈവരാജ്യത്തിൽ വളർന്ന് ഫലം കായ്ക്കാൻ കഴിയും. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ആലോചനകൾ, അങ്ങയുടെ നിറവുകൾ, അങ്ങയുടെ കൃപകൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായി നന്ദി. കേൾക്കുന്നവർക്ക് ഇതൊരു കൃപയാകട്ടെ, സൗഖ്യമാകട്ടെ, സമാധാനമാകട്ടെ. അസാധ്യതകളുടെ നടുവിൽ വിശ്വാസത്തിൽ വളരുവാൻ, പ്രാർത്ഥിക്കാൻ കഴിയാത്തിടത്ത് വളരെയധികം പ്രാർത്ഥിക്കുവാൻ, വചനം ധ്യാനിക്കാൻ പറ്റാത്ത വീട്ടിൽ കൂടുതൽ വചനം ധ്യാനിക്കുവാൻ, സമാധാനമില്ലാത്ത വീട്ടിൽ സമാധാനത്തിൽ നിറഞ്ഞു വളരുവാൻ, എല്ലാം ഈ പ്രിയപ്പെട്ടവർക്ക് വ്യത്യസ്തമായ ഒരു കൃപയുണ്ടാകട്ടെ. വേദപുസ്തകത്തിൽ പറയുന്ന വിലപ്പെട്ട ദൂതുകൾ ഈ മക്കളുടെ വീട്ടിൽ നിറവേറട്ടെ. എവിടെ എന്ത് സാധ്യമല്ല അവിടെ അത് സാധ്യമാകട്ടെ. എവിടെ ഇരുട്ടുണ്ടോ അവിടെ വെളിച്ചത്തിൽ വളരട്ടെ. എവിടെ രോഗമുണ്ടോ അവിടെ സൗഖ്യത്തിൽ വളരട്ടെ. എവിടെ കലഹമുണ്ടോ അവിടെ സമാധാനത്തിൽ വളരട്ടെ. എവിടെ ദാരിദ്ര്യമുണ്ടോ അവിടെ സമ്പത്തിൽ വളരട്ടെ. ഈ മക്കൾ ഈ അനുഭവിക്കുന്ന എല്ലാ നെഗറ്റീവിനകത്തും ഒരു പോസിറ്റീവ് എനർജിയെ പകർന്ന് ഇവരെ മാനിക്കണമേ. വീടിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുന്ന ദൈവകൃപ ഇവരുടെ മേൽ നിറഞ്ഞു നിൽക്കട്ടെ. അനുഗ്രഹിക്കുന്നു. സൗഖ്യമാകട്ടെ. ഇന്നു മുതലുള്ള ദിവസങ്ങൾ അത്ഭുതമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ്. മാത്രമല്ല, ഈ വർഷത്തിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരും തന്നെ കടന്നു വരിക. കർത്താവിൻ്റെ വലിയ കൃപകൾ അനുഭവിക്കുക. ഈ വർഷം ഒരു തീരുമാനമെടുക്കണം. ഈ വർഷത്തെ ഒറ്റ ഉപവാസ പ്രാർത്ഥനയിലും ഞാൻ മാറി നിൽക്കില്ല എന്ന് പറഞ്ഞ് നേരിട്ട് നമുക്ക് കടന്നു വന്ന് ഈ വർഷത്തിലെ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും നമുക്ക് പങ്കെടുക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ 10:30 കടന്നു വരിക. കർത്താവ് ഈ തുടർമാനമായ പ്രാർത്ഥന എല്ലാ ദിവസവും ഇതേ സമയത്ത് ശ്രവിക്കാൻ ദൈവം കൃപ തരട്ടെ. ഗോഡ് ബ്ലെസ് യു.